ബാക്കിൽ കാണുന്ന ഒരു വ്യൂ കണ്ടോ, ഇതാണ് നമ്മുടെ ജബൽ ജയ്സിന്റെ ടോപ്പിൽ നമ്മൾ ഹൈക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു വ്യൂ ആണ് ഈ ബാക്കിൽ കാണുന്ന വ്യൂ കണ്ടോ. ഇതിന്റെ നമ്മളൊരു 1600 മീറ്ററിന് മേലെ ഉള്ള ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയുള്ള സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിന്റർ സീസൺ ആണ്. ഈ വിന്റർ സീസണിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഹൈക്കിംഗ് പോലുള്ള കാര്യങ്ങൾ നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഈ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കിംഗ് ചെയ്യുക, പറ്റാവുന്നിടത്തോളം ചെയ്യുക. അതിനുള്ളൊരു കാലാവസ്ഥയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടുന്നത്. ചൂടൊന്നുമില്ല. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴാണ് ചെറിയൊരു ചൂട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് സുഖമായിട്ട് എല്ലാവർക്കും ഹൈക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സാൻഡ് ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജബൽ ജയ്സിൽ ഇന്നലെ വൈകിട്ട് എത്തി. ഇവിടെ രാത്രി 1 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തിട്ട് നമ്മളിവിടെ രാവിലെ ഇപ്പോൾ ഹൈക്കിങ്ങിന് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും ബ്രെഡും ചായയും. ഹൈക്കിംഗ് റൂള് ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഈ വ്യൂയിങ് ഡെക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ റൈറ്റിലോട്ട് കാണുന്ന ഈ വഴിക്കാണ് നമുക്ക് ഹൈക്കിങ്ങിന് പോകേണ്ടത്. ഇതാണ് ഹൈക്കിംഗ് റൂട്ട്. നമുക്ക് അങ്ങ് മേലെ കാണുന്ന ആ ഒരു ഫ്ലാഗ് കാണുന്നില്ലേ, അവിടെ വരെയാണ് നമുക്ക് പോകേണ്ടത്. നാല് ടൈപ്പ് ഹൈക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ വരെ പോവാം. ടോപ്പിക് അവിടെ പോവുകയാണെങ്കിൽ 4 കിലോമീറ്റർ വരെ പോവാം. നമ്മളിവിടെ വന്നിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. സെക്യൂരിറ്റി അടുത്ത് പേര് ഏതാ, എമിറേറ്റ്സ് ഐഡിയുടെ നമ്പർ ഏതാ, പിന്നെ ടൈം ഓഫ് ഗോയിങ് ഇൻ, പിന്നെ തിരിച്ചു വരുമ്പോൾ ടൈം ഓഫ് ഗോയിങ് ഔട്ട് ചെയ്തണം. വേറെ ഒന്നും. ഹൈക്കിങ്ങിന് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഹൈക്ക് ചെയ്യുന്നത്. ജബൽ ജയ്സി വന്നിട്ട് ഇപ്പോൾ ട്രയലിൽ കൂടെ നമുക്ക് സുഖമായിട്ട് പോവാം. അല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജബൽ ജയ്സിന്റെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ ഹൈക്കിങ്ങിന് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം കരുതണം, അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്നാക്സ് എന്തെങ്കിലും കരുതണം. തുടക്കത്തിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ലൊരു കട്ടിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കിട്ടണത്. നമ്മളിവിടുന്ന് കുറച്ചിങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് കിട്ടണം കേട്ടോ. നമ്മുടെ ജബൽ ജയ്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമുക്കൊരു റാസൽ ഖൈമ സിറ്റിയുടെ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടണത്. കടൽ കാണാം, അവിടെയുള്ള പോർട്ട് കാണാം. അവിടെ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ നമുക്കിവിടെ കണ്ടിന്യൂ ഓൺ ട്രെയിൽ, ഇതാണ് ഈ കണ്ടിന്യൂ ഓൺ ട്രെയിൽ. പിന്നെ അവിടെ നമുക്ക് വ്യൂ പോയിന്റ് ആൻഡ് പിക്നിക് ഏരിയ, നല്ല ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റെയർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് നൈറ്റ് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് രാവിലെ ഇറങ്ങി പോകണമെന്നുണ്ട്. അടിപൊളി സ്ഥലട്ടാ. ഹായ്, 3 ആളുണ്ടല്ലോ തലപ്പൊക്കി. അത് രാവിലെ വരാം, ഹൈക്കിംഗ് ഒക്കെ ചെയ്യാം, അതായിട്ട് സുഖമായിട്ട് പോവാം. ഇവിടെ നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടെ റെസ്റ്റ് ഏരിയ 2 ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റ് ഏരിയ 2. അതുപോലെ നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെഞ്ച്, ടേബിൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഒന്നങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ റെസ്റ്റ് ഏരിയ ഉണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂ ടു ട്രെയിലാണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലമായിട്ട് കയറി വരുമ്പോഴും നല്ല വ്യൂ ആണ് കേട്ടോ. താഴെ നമ്മള് ജബൽ ജയ്സിലേക്ക് വരുന്ന റോഡിന്റെ, അതുപോലെ ഈ ജബൽ ജയ്സ് ഈ മലകളുടെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. ടോപ്പിലേക്ക് എത്താറായി കൊണ്ടിരിക്കുകയാണ്. കയറ്റം മുഴുവൻ കയറി ഇവിടെ വരെ എത്തി. സൂപ്പറാണ്. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. കടലിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റുണ്ട്. അത്യാവശ്യം നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. കയറാനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ അവിടുന്ന് താഴെ നിന്ന് ഹൈക്കിംഗ് ആരംഭിച്ചത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്. സീ ലെവലിൽ നിന്ന് 1415 മീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാണ്ട് ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ട്. ഇതാണ് UAE ഫ്ലാഗ്.
നമ്മളിങ്ങനെ സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് ഏറ്റവും അറ്റം വരെ പോകാൻ പറ്റുന്നത് പബ്ലിക്കിന് പോകാൻ അലൗഡുള്ള സ്ഥലം എന്ന് പറയുന്നത് 1640 മീറ്റർ ഹൈറ്റ് വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയത് 1415 മീറ്റർ ആണ്. ഫസ്റ്റ് വ്യൂയിങ് പോയിന്റിലേക്ക് എത്താനായിട്ട് കുറച്ച് ടഫാണ്, കുത്തനെയുള്ള കയറ്റാണ്, സ്റ്റീപ്പാണൊക്കെ നമ്മൾ കയറി പോണത്. പിന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, നോർമലായിട്ടുള്ള വഴികളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇതുവരെ ഒന്നും ടയർഡായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം. അടുത്തൊരു വ്യൂയിങ് ഡെക്ക് വരെ നമുക്ക് പോകാം. ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്കിങ്ങനെ പോണ വഴിക്ക് ചെറുതായിട്ടൊക്കെ എടുത്ത് കഴിക്കാം. ജ്യൂസോ ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കാം. നമുക്കിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെയുള്ള കുറേ റെസ്റ്റ് ഏരിയകളുണ്ട്. ഈ റെസ്റ്റ് ഏരിയയിൽ വന്നിരിക്കാം. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാണാൻ പറ്റുന്നതാണ് റാസലൈമ പോർട്ട്, ബീച്ച്, റാസലൈമ സിറ്റി. ഇതിലേക്ക് വ്യൂ ആണ്. നമുക്ക് അടുത്ത് കാണുന്നതാണ് ജബൽ ജൈസിലെ സ്ലൈഡർ. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടണേ. സൈഡിക്കൂടെ ഡേഞ്ചറസായ വഴിയാണ് കേട്ടോ. നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മുടെ 2 കിലോമീറ്റർ ഹൈക്കിംഗ് ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പോയിന്റാണ് ഇവിടെ കാണുന്നത് മുന്നിൽ. അപ്പം നമ്മുടെ ട്രയലിൽ നമ്മളിങ്ങനെ സെക്കൻഡ് പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ എത്തിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ 2 കിലോമീറ്റർ അടുത്ത് വന്നത്. പിന്നെ ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ തന്നെ വരാം. ഒരു 7 മണിക്ക് ആകുമ്പോൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു 10 മണി 11 മണിക്ക് ആകുമ്പോഴേക്കും ചെറിയ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി വയ്യായി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളൊരു 7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മണിക്ക് മുമ്പ് തന്നെ അവസാനിപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യായിരിക്കും ബെസ്റ്റ്. അപ്പം നമ്മൾ നമ്മുടെ ഹൈക്കിങ് പൂർത്തിയാക്കി നമ്മളിങ്ങനെ താഴെ എത്തി. ഇപ്പം നമ്മൾ ഈ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയേക്കാണ്. ഇതാണ് ജബൽ ജൈസ് വ്യൂയിങ് ഡെക്ക്. ക്ലിയർ ആയിട്ട് താഴത്തെ കാഴ്ചകളാണ്. ഇവിടെ പിള്ളേർ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഹൈക്കിംഗ് എല്ലാം പൂർത്തിയാക്കി. 2 കിലോമീറ്റർ ഹൈക്കിംഗ് ആണ് ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു 4 കിലോമീറ്റർ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പോവാം. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായി നമ്മുടെ ഹൈക്കിംഗ് ഈ വർഷത്തെ സീസണിലെ ഫസ്റ്റ് ഹൈക്കിംഗ്? അടിപൊളിയായിരുന്നു.